മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ സർക്കാർ ആശുപത്രികളിൽ ചെന്ന് സർക്കാർ ഡോക്ടർമാരെ കാണുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് സ്മിത ശർമ്മയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. സ്മിത ശർമ്മ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എല്ലാ സർക്കാർ ആശുപത്രികളിലെയും തലവന്മാർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ നിർദ്ദേശം കർശനമായി നടപ്പിലാക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അതായത് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൈമാറുവാനും ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് ഈ സർക്കാർ ആശുപത്രികളുടെ തലവന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സർക്കാർ ആശുപത്രികളിലെത്തി ഡോക്ടർമാർക്ക് ഉപഹാരങ്ങളും അതുപോലെ തന്നെ സാമ്പിൾ മരുന്നുകളും നൽകി മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ സ്വാധീനിക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ഇത് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. അതിനു പുറമെ ഈ ആശുപത്രി സമയങ്ങളിൽ ഈ രോഗികളെ ചികിത്സിക്കേണ്ട സമയത്ത് ഈ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ സർക്കാർ ഡോക്ടർമാരുടെ സമയം അപഹരിക്കുന്നു എന്ന ആരോപണവും വ്യാപകമായി ഉയർന്നിരുന്നു. അതും ഈ ഒരു പരിധി വരെ തടയാൻ ഈ പുതിയ നടപടി കൊണ്ട് സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുതൽ ഈ ചികിത്സ അതുപോലെ തന്നെ പരിശോധനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പുരോഗതി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇമെയിൽ ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ, ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ ആയിരിക്കണം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്മാർ ഡോക്ടർമാരെ അറിയിക്കേണ്ടത്, സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരെ അറിയിക്കേണ്ടത് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് പുറത്തിറക്കിയിരിക്കുന്ന ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇതിലൂടെ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുമെന്നാണ് ഈ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വലിയൊരു നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് നിലവിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിൻ്റെ നേരിട്ട് പരിധിയിൽ വരുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ആശുപത്രികളിലായിരിക്കും ഈ നീക്കം അല്ലെങ്കിൽ ഈ ഉത്തരവ് ബാധകമായിരിക്കുക എന്നാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ആശുപത്രികളുമായി ബന്ധപ്പെട്ട തീരുമാനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് അതത് സംസ്ഥാന സർക്കാരുകളാണ് എന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്.